വാർത്തകൾ വിശദമായി നോക്കാം. കോഴിക്കോട് പുല്ലുരാമ്പാറയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. പൊന്നാങ്കയം സ്വദേശി അജയ് ഷിബുവാണ് മരിച്ചത്. വിവരങ്ങളുമായി അഭിന പി ചിറക്കച്ചിട്ടുണ്ട്. അഭിന, എപ്പോഴായിരുന്നു സംഭവം? എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. നമുക്കറിയാം, പുല്ലൂരമ്പാറ കുമ്പിടാൻ കയം അത്യാവശ്യം നിരവധി വിനോദസഞ്ചാരികളെല്ലാം വന്നു പോകുന്ന ഒരു സ്ഥലം തന്നെയാണ്. അധികം സ്ഥലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ആഴങ്ങളൊന്നും ഉള്ളതായി കാണാൻ സാധിക്കില്ല. പുറമേ നോക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ആഴം കാണാൻ സാധിക്കാത്ത ഒരു ഇടം തന്നെയാണ്. പക്ഷേ എല്ലാവരും ഈ ആഴമില്ല എന്ന് കരുതി ഇറങ്ങിയതായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു വലിയ രീതിയിലേക്കൊരു അപകടം ക്ഷണിച്ചു വരുത്തിയത് എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ SSLC പരീക്ഷ 10ാം ക്ലാസ്സിലാണ് അജയ് ഷിബു പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന പരീക്ഷയ്ക്ക് കമ്പൈൻ സ്റ്റഡിക്കായി സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയതായിരുന്നു. തുടർന്ന് ഈ വിദ്യാർത്ഥികൾ ഈ അജയ് ഷിബുവും അതുപോലെ തന്നെ കൂടെ 4 കൂട്ടുകാരും ഉണ്ടായിരുന്നു. ഇവർ ഒരുമിച്ച് ഈ കയത്തിലേക്ക് കുളിക്കാനായി പോയതാണ്. ഈ സമയത്താണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 15 മിനിറ്റോളം വെള്ളത്തിലേക്ക് മുങ്ങിയിരുന്നു എന്ന് തന്നെയാണ് കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ പറയുന്നത്. ഏതായാലും ഈ അജയ് ഷിബുവിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ ഒരു വ്യക്തതയില്ല. ഈ കുട്ടികളുടെ നിലവിളി കേട്ടാണ് സമീപ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന നാട്ടുകാർ ഓടി വന്ന അജയ് ഷിബുവിനെ വെള്ളത്തിൽ നിന്ന് എടുക്കുന്നതും അതുപോലെ തന്നെ അടുത്തുള്ള തിരുവമ്പാടി ലിസി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അജയ് ഷിബുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഏതായാലും സംഭവത്തിൽ ആരും ഈ വിദ്യാർത്ഥികളൊന്നും പ്രതികരിച്ച് തുടങ്ങിയിട്ടില്ല. വിദ്യാർത്ഥികൾ ഈ സംഭവത്തിന്റെ ഒരു ഞെട്ടലിൽ നിന്ന് ആരും കരകയറിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും ഈ ഒരു സംഭവം എന്താണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു വ്യക്തത ഇതുവരെയായിട്ടും വന്നിട്ടില്ല. തീർച്ചയായിട്ടും അഭിന, ഇപ്പോൾ മൃതദേഹം എവിടെയാണുള്ളത്? ഇനി പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പുരോഗമിക്കേണ്ടതുണ്ടല്ലേ? തീർച്ചയായും അജയ് ഷിബുവിന്റെ മൃതദേഹം ഇപ്പോൾ തിരുവമ്പാടി ലിസി ആശുപത്രിയിലാണുള്ളത്. ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ കുടുംബത്തിന് വിട്ടു നൽകുകയുള്ളൂ. ഒരുപക്ഷെ അതിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരും. തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം നടന്നതിന് ശേഷം മാത്രമായിരിക്കും കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകുക. അതോടൊപ്പം തന്നെ അജയ് ഷിബുവിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. കാരണം വലിയ ഒഴുക്കുകളില്ല, കൂടാതെ വേനൽക്കാലമാണ്. അതുകൊണ്ട് തന്നെ വലിയ ഒഴുക്കില്ലാത്തൊരു കയം തന്നെയാണ്. വെള്ളം അധികമൊന്നുമില്ല, പക്ഷേ നല്ല ആഴമുള്ള ഒരു കയം തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പുറമേ നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ സമാധാനമായിരിക്കുന്ന ഒരു വെള്ളം തന്നെയാണ്. പക്ഷേ ഈ സമാധാനഗതി മാറ്റുന്ന ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കയത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആഴമുള്ള ഒരു കയം തന്നെയാണ്. പക്ഷെ അത് പുറമേ നോക്കുന്ന ഒരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് എന്താണ് അജയ് ഷിബുവിന് സംഭവിച്ചത് എന്നുള്ളതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതിന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ തിരുവമ്പാടി ലിസി ആശുപത്രിയിലാണ് മൃതദേഹമുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ശരി, കോഴിക്കോട് പുല്ലുരാമ്പാറയിലാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചത്. പൊന്നാങ്കയം സ്വദേശി അജയ് ഷിബുവാണ് മരിച്ചത്. എങ്ങനെയാണ് അജയ് ഷിബുവിന് മരണം സംഭവിച്ചതെന്നുള്ള കാര്യം വ്യക്തമല്ല. വരും മണിക്കൂറുകളിലും മരണകാരണം വ്യക്തമാകുമെന്ന് വിശ്വസിക്കുന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു അഭിന പി ചിറക്കൻ.